അസ്സലാമു അലൈക്കും. ഏതൊരു ഉസ്താദുക്കും ഏതൊരു മുഅല്ലിമുക്കും ഏതൊരു ഗുരുക്കും തൻ്റെ ശിഷ്യ അഥവാ തൻ്റെ മുട്ട പഠിക്കിടവണു അഥവാ വിദ്യാർത്ഥി നല്ലാവണം, ഉഷാറാവണം, പഠിക്കണു, ബുദ്ധി നല്ല ആവണു ചൊല്ലിൻ്റെ ഉദ്ദേശമായിട്ട് ഇക്കടിക്കടത്. അതൊക്കെ മെയിനായിട്ട് ചിലപ്പോൾ ചെറിയ അടിയുള്ള ഉസ്താദിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ഉണ്ടാവും. മാത്രമാ അത് മിത്തിമീരി പോണുക തീരാണ്ട് മാത്രം. ചില ആൾമാർ ഉസ്താദ്മാർക്ക് സൈക്കോളജിയില്ല, അങ്ങ് പഠിപ്പാട്ട് രീതി കൊന്തില്ല, ഒട്ടറാസി അടിക്കര് ഇങ്ങനെയുള്ള ചൊല്ലാറ്. ചില ആൾമാർ ഇക്കോറും അയങ്കും എല്ലാ ഉസ്താദ്മാരെ ഈ ഒരു വകുപ്പുകു സേർവാട്ട് ഇത് സമല്ല. ഉസ്താദ്മാർ ദീൻ പഠിച്ചങ്ങ് അയറ്റിക്കിടാറ്, എൽമ് പഠിച്ചങ്ങ് അയറ്റിക്കിടാറ്. ഇസ്ലാം ശാസ്ത്രത്തിൽ എങ്ങനെ പഠിപ്പാട്ടണു, ഏത് രീതിയിൽ പഠിപ്പാട്ടണു, മക്കളിട്ടി എങ്ങനെ വേണു, എന്തിനുള്ള പഠിപ്പാട്ടണു, അത് എല്ലാം ചൊല്ലു. അത് പഠിച്ചങ്ങ് അയറ്റിക്കിടാറ് ഉസ്താദ്മാർ. അത് പഠിച്ചിട്ട് അയറ്റിക്കിട്ട് പഠിപ്പാട്ടില്ലത്. അപ്പോൾ ഉസ്താദ്മാർക്ക് സൈക്കോളജി ഇല്ലെങ്കിൽ ദീനുക്ക് സൈക്കോളജി വിഷയ ഇല്ല എന്നിട്ട് പണ്ട് ദീനിൽ സൈക്കോളജിക്ക് മഹത്വം കൊടുക്കില്ല എന്നിട്ട് പണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ സാധാരണ ആൾമാർ വിചാരിച്ചവരല്ല. കോർട്ട് കാണൂന്ന് ഇക്കൂ അയങ്ക ഞങ്ങളെ ഇസ്ലാമും ഈ മക്കൾക്ക് അടിക്കടി വിഷയത്തിൽ എന്തൊരു ചൊല്ലിട്ട് ഞങ്ങൾ നോക്കണം. അബ്ബോമക്ക് മക്കളെ അടിക്ക ചെന്നിട്ടുണ്ട്. ആ ഒരു അധ്യായത്തിൽ ഉസ്താദും മക്കളെ ബുദ്ധിക്ക് വേനായിട്ട്, അദബ് പഠിപ്പാട്ടോ വേനായിട്ട്, ശിഷ്ടു പഠിപ്പാട്ടോ വേനായിട്ട് അടിക്കാണ്ട് ചെന്നിടും. ഇത് സംബന്ധമായിട്ട് ഞങ്ങളെ ഫിഖ് ശാസ്ത്രത്തിൽ ഇങ്ങനെ ചൊല്ലുന്നു: വലിൽ മുഅല്ലിമി തഅദീബുൽ മുതഅല്ലിമി മിൻഹു ലാക്കിൻ ബിഇദ്നി വലിയിൽ മഹ്ജൂരി. ഒരു മുതഅല്ലിമുടെ പഠിക്കടെ തൻ്റെ മുട്ട പഠിക്കടെ വിദ്യാർത്ഥിയുടെ അദബ് പഠിപ്പാട്ടൊക്കെ വേനായിട്ട് അവനക്ക് ശിക്ഷ കൊടുക്കുക. ലാക്കിൻ ബിഇദ്നി വലിയിൽ മഹ്ജൂരി, ഈ മുഅല്ലിമുകു ഈ വിദ്യാർത്ഥി അദബ് പഠിപ്പാട്ടൊക്കെ വേനായിട്ട് അടിക്കണ്ടെങ്കിൽ അവൻ്റെ രക്ഷകർത്താക്കന്മാരെ പെർമിഷൻ വേണം. മഹജൂറായ വലിയ പെർമിഷൻ, ആരെങ്കിലും ഒന്ന് പെർമിഷൻ കിട്ടിങ്ങമയ്യാവല്ല സംബന്ധത്തെങ്ങനെ അവൻ്റെ അബ്ബടെ പെർമിഷൻ കിട്ടണം, അല്ലെങ്കിൽ അബ്ബടെ പെർമിഷൻ കിട്ടണം. അല്ലെങ്കിൽ ഓൺ മരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഈ കിടാവിടെ നോക്കുക ഏൽപ്പിച്ചിട്ട് ഇന്നുണ്ടെങ്കിൽ, വസിയത്താക്കിയിട്ട് ഇന്നുണ്ടെങ്കിൽ അവൻ്റെ പെർമിഷൻ കിട്ടണം. അങ്ങനെ പെർമിഷൻ കിട്ടണായെങ്ങനെ പെർമിഷൻ കിട്ടിയാൽ പിന്നെമേ ഓണുക അടിക്കുക, അധികാരമില്ലേ. അപ്പോൾ ചില അബ്ബമാർ ചൊല്ലോറു, എൻ്റെ മോണുകു നിങ്ങൾ അടിക്കൊറുത്തത് പഠിപ്പാട്ടൊരു അടിക്കൊറു, പഠിപ്പാട്ടും പഠിക്കൊറു, പഠിക്കണ്ട എന്നാ കേക്കോ വണ്ടില്ലായിട്ട്. അങ്ങനെ പെർമിഷൻ കിട്ടിയെങ്കിൽ അടിക്കാം. പെർമിഷൻ കിട്ടിയില്ലെങ്കിൽ പെർമിഷൻ എടുത്തോളണം. ഇങ്ങനെ നിങ്ങളെ മക്ക ചെന്ന വില കേക്കല്ലേ, ഭയങ്കര ഉപദ്രാക്കടാർ ദർസിൽ അഥവാ സാലയിൽ പഠിക്കുമ്പോട്ടിലെ അവനായിട്ട് പഠിക്കുമില്ല, ബാക്കി നിങ്ങളെ പഠിക്കുമ്പോട്ടില്ല, ഭയങ്കര പോലീസ് പുറത്തേക്കേടെല്ലാം ആക്കട. അപ്പോൾ അവൻ്റെ ബുദ്ധിസമാക്കുവാനായിട്ട്, സ്വഭാവം നന്നാക്കുവാനായിട്ട്, ശിസ്തു പഠിപ്പാട്ടുവാനായിട്ട് അടിക്കമായിട്ട് ചെന്നിട്ട് പെർമിഷൻ കേട്ടാൽ പിന്നമേ ഉസ്താദ്മാർക്ക് അഥവാ പഠിപ്പാട്ടിൽ അധ്യാപകന്മാർക്ക് അടിക്കവില്ലേ, അധികാരമില്ലേ. ഇനി അടിക്കലുണ്ടായെങ്കിൽ ഒട്രാസി അടിച്ചെങ്കിൽ അവിടെ അതിക്കൊരു ലിമിറ്റുണ്ട്. വൈന്നമായി യുഅസ്സറു മമ്മറ ബിളർബിൻ ഗൈരി മുബർരിഹിൻ, മുറിയാകാത്ത അടി അടിക്കൊണ്ടുണ്ട്. അപ്പം ഈ ശിക്ഷ കൊടുക്കുന്നത് മക്കൾ ഒരു ഹിംസയല്ല, ദൈഹിക ഹല്ല ചെന്നിട്ടല്ല, ഭയങ്കര ഒരു മക്കൾക്ക് കഠിനമായ ചെറിയ അടി കൊടുത്തിട്ടെങ്കും കഠിനമായ ദൈഹിക ഹല്ല ഇങ്ങനെയുള്ള ചെന്നിട്ട് ശീർഷിക്ക ഇട്ടിട്ട് പ്രചാരാക്കിടാറ്. അത് സമല്ല. അപ്പോൾ ഉസ്താദാവട്ട് അധ്യാപകന്മാരാവട്ടെ അടിക്കലുണ്ടെങ്കിൽ ഒരു മുബരിഹിൻ, മുറിവാവാത്ത അടി അടിക്കണം. എന്നിട്ട് ചൊല്ലിട്ട് ഫൈലം യുഫിദു തഅസീറുഹു ഇല്ലാ ബിമുബർരിഹിൻ,
മുറിവാക്കടെ പോലത്തെ അടി കൊണ്ടിട്ടല്ലാണ്ട് ഓണ്ട് സമാക്കോ സാധ്യമില്ലെങ്കിൽ തറക്ക ഓൺ അടിക്കാണ്ടിക്കോണം. ഓണ് സമാവുಂಟೆಂಗ್ ഓണ് ശരീരൊണത്തരെ മേല് ಗಾಯವನು അങ്ങനത്തെ അടി അടി കൊടുത്തര്. അങ്ങനത്തെ അടി അടിച്ചെങ്കിൽ ഓണ് സമാവുടಂಟೆಂಗ್ ഓണക്ക് അടിക്കാൻ ടിക്കണു അടിക്കോ തീര അന്നഹു മുഹലിക്കും ചിലപ്പോൾ അത് എന്താവും ഹലാക്കും കാരണമായി പോകും. വകൈറുഹുലായിഫീഡ് അങ്ങനത്തെ മുറിവാകാത്ത അടി അടിച്ചെങ്കിൽ മെല്ലെ അടിച്ചെങ്കിൽ ഓണ് സമാവിടും ഇല്ലേ എന്ന് കണ്ടെങ്കിൽ ഏതടിയും വേണ്ട അടിക്കണ്ട. അപ്പം ബുദ്ധിക്ക് വേണമായിട്ട് അടിക്കലുണ്ടെങ്കിൽ മുറിവാകാത്ത അടി അടിക്കൊണ്ടു. അത് അടിക്കലുണ്ടെങ്കിൽ അവത്തെങ്ങനെ പെർമിഷൻ കിട്ടണമെങ്കിലെ പെർമിഷൻ എടുത്തോണം. അതിൽ പിന്നെമേ അടിക്കണം. ചില കൊണ്ടാട്ടത്തിൽ ബലത്തര ഇത് അബ്ബ ഉമ്മക്ക് ചെറിയ അടി അടിച്ചിട്ടെങ്കും ആവില്ല. അപ്പം അടിക്കൽ വേണ്ട. പഠിച്ചില്ലെങ്കിൽ ടിക്കറ്റ് പഠിக்கிற മക്ക പഠിക്കട്ട് ചൊല്ലിട്ട് ആ ഒരു ഉദ്ദേശത്തിൽ പഠിപ്പാട്ടണത്തിന് ആയെങ്ക ഉസ്താദ്മാർക്ക് ഒരു നല്ല ഉദ്ദേശിക്കടല്ലേ, നല്ല പഠിക്കണു ഉഷാറാവണു അത് പഠിക്കണു. അപ്പം ಅದಕ್ಕೆ വേണമായിട്ട് ഉസ്താദ്മാർ ഉദാഹരണ ഇനി സ്കൂൾ അധ്യാപകരായെങ്കും അങ്ങനെ ചെറിയ അടിയല്ല മക്കളെ ബുദ്ധിക്ക് വേണമായിട്ട് അടിക്കൂറും. അത് ഹിംസ അല്ല, അത് ബുദ്ധിക്ക് വേണമായിട്ട് അടിക്കരുതായിട്ട്. അത് ഇസ്ലാം അനുവദിച്ച കാര്യമായിട്ടിക്കരുത്. നിസ്കരിച്ചില്ലെങ്കിൽ അബ്ബ ഉമ്മക്ക് മക്കളടിക്കുക, അതേപോലെ ബുദ്ധിസമാവുക അടിക്കുക, ഇങ്ങനെയെല്ലാം ഉണ്ട്. അതേപോലെ ഉസ്താദ്മാർക്കും അധ്യാപകന്മാർക്കും ഇങ്ങനെ അടിക്കാൻ ചെന്നിട്ടുണ്ട്. മാത്രമ ഈ നിബന്ധന ഒക്കണം, മുറിവാവാത്ത അടിയാവണം. അതേപോലെ അങ്ങനെ അബ്ബടെ ഈ ചൊന്നങ്ങളെ പെർമിഷൻ എടുത്തോണം. ഇതായിട്ടിട്ട് ഞങ്ങളെ ഫിഖ് ശാസ്ത്രം.